ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 14ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. വിളിച്ചു വരുത്തിയ അതിഥികൾക്ക് മുമ്പിൽ വെച്ച് ഷേർഖാൻ നുഷത്തിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്നിടത്താണെന്നല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത്. ഷേർഖാൻ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം അവളോട് ചോദിച്ചെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? എങ്കിൽ കേട്ടോളൂ. ഷേർഖാൻ നുഷത്തിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട പെൺകുട്ടി, നിന്റെ മധുര ഭാഷണം കേൾക്കാൻ എനിക്ക് ധൃതിയായി. എല്ലാ ശാസ്ത്രങ്ങളും നീ അഭ്യസിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. നമ്മുടെ ഭാഷയിലെ വ്യാകരണ നിയമം പോലും നിനക്ക് അന്യമല്ലെന്നാണ് അറിവ്. അങ്ങയുടെ ആജ്ഞ ഞാൻ ശിരസാ വഹിക്കുന്നു. അവൾ പറഞ്ഞു. ജീവിതത്തിൻ്റെ 3 വാതിലുകളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് അവൾ പ്രഭാഷണം തുടർന്നു. ജീവിതത്തിൻ്റെ 3 വാതിലുകൾ. ആദ്യത്തെ വാതിലാണ് മാർഗദർശനത്തിൻ്റെ കല. ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം അഭിനിവേശമാണ്. ഏറ്റവും മാന്യമായ അഭിനിവേശം വിശ്വാസമാകുന്നു. പൂർണ്ണ ജീവിതം കൊണ്ട് മാത്രമേ ഇത് നേടാനാകൂ. ഗവൺമെൻറ്, വ്യവസായം, കാർഷിക വൃത്തി, കരകൗശലം എന്നിങ്ങനെ 4 കർമ്മ പദ്ധതികളിലൂടെ മനുഷ്യരാശിക്ക് അത് കരസ്ഥമാക്കാം. ഒന്നാമതായി ഗവൺമെൻറ്. ഭരണാധികാരികൾക്ക് രാഷ്ട്രീയ ബോധവും രാജ്യതന്ത്രജ്ഞതയും ഉണ്ടായിരിക്കണം. അവർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വശംവദരാവരുത്. ലക്ഷ്യത്തിൽ മുറുകെ പിടിക്കണം. എങ്കിൽ മാത്രമേ നീതി പുലരുകയുള്ളൂ. കലഹങ്ങൾ ഇല്ലാതാകും. ഭരണാധികാരി പക്ഷപാതം കാണിക്കാൻ പാടില്ല. അക്രമത്തിന് കൂട്ടുനിൽക്കുകയും അരുത്. പേർഷ്യൻ രാജാവ് മഹാനായ ആർദർഷിൻ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റും വിശ്വാസവും ഇരട്ട പിറന്ന സഹോദരന്മാരാണെന്ന്. വിശ്വാസം ഒരു നിധിയാണെങ്കിൽ ആ നിധിയെ കാത്തു സൂക്ഷിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ കടമ. നമ്മുടെ പ്രവാചകൻ പറഞ്ഞു, ഗവൺമെൻറ്, വിജ്ഞാനം എന്നീ 2 കാര്യങ്ങളാണ് ലോകത്തിലെ പ്രധാനമായവ. ഇവ ശുദ്ധമായാൽ ലോകത്തിന് സമാധാനമുണ്ടാകും. ഇവയ്ക്ക് ഹാനി സംഭവിച്ചാൽ ലോകം നശിക്കും. ഒരു ബുദ്ധിമാൻ പറഞ്ഞിട്ടുണ്ട്, രാജാവ് ദൈവത്തെ പോലെ മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം. പ്രത്യേകിച്ച് തൂലിക കയ്യിലുള്ളവനും പടവാളേന്തുന്നവനും തമ്മിൽ സംഘടനമുണ്ടാകാതെ നോക്കണം. തൂലികയെ അടിച്ചമർത്തിയാൽ സിംഹാസനം തകരും. ആർദർഷിർ രാജാവ് അനേകം രാജ്യങ്ങൾ കീഴടക്കി സാമ്രാജ്യം സ്ഥാപിച്ചു. സാമ്രാജ്യത്തെ 4ആയി വിഭജിച്ച് എല്ലാ ഭാഗത്തിനും തുല്യത ഉറപ്പുവരുത്തി. പേർഷ്യൻ രാജാവ് മഹാനായ കസ്ര തൻ്റെ ഒരു സേനാവിഭാഗത്തെ നയിച്ചിരുന്ന മകന് ഒരിക്കൽ ഇപ്രകാരം എഴുതി. കഥ ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ് മൗനം പാലിച്ചു. അടുത്ത രാത്രി വീണ്ടും അവർ കഥ തുടർന്നു. അദ്ദേഹം മകനെ ഇപ്രകാരം എഴുതി. മകനെ, ദയ അധികമാകരുത്. അത് ഗവൺമെൻറ്റിനെ ദുർബലമാക്കും. അതുപോലെ ദയ ഒട്ടുമില്ലെങ്കിൽ അത് കലാപത്തിന് കാരണമാവുകയും ചെയ്യും. ഒരു അറബി ഒരിക്കൽ ഖലീഫ അബൂ ജാഫർ അബ്ദുല്ല അൽ മുസറിനോട് പറഞ്ഞു, അങ്ങയുടെ നായ് അങ്ങയെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പട്ടിണിക്കിടണം. അത് കേട്ട് ഖലീഫയ്ക്ക് ദേഷ്യം വന്നു. അറബി തുടർന്നു, പക്ഷേ വഴിപോക്കർ ആ നായയ്ക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കാതെ നോക്കുകയും വേണം. ഈ ഉപദേശത്തിൻ്റെ സാരം ഖലീഫയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് അത് മനസ്സിലായപ്പോൾ അദ്ദേഹം അറബിക്ക് സമ്മാനങ്ങൾ നൽകി. ഖലീഫ അബ്ദുൾ മാലിക് ഇബ്നു മർവാൻ ഈജിപ്തിലെ തൻ്റെ സേനാവിഭാഗത്തിൻ്റെ നായകനായിരുന്ന സഹോദരൻ അബ്ദുൽ അസീസിന് ഇങ്ങനെ എഴുതി. നിന്റെ ഉപദേഷ്ടാക്കൾക്ക് നിന്നെ ഒന്നും പഠിപ്പിക്കാനില്ല. പക്ഷേ നിന്റെ സൈന്യം എത്രത്തോളം പ്രബലമാണെന്ന് ശത്രുക്കൾ നിന്നെ പഠിപ്പിക്കും. സമർത്ഥനായ ഖലീഫ ഉമർ ഇബ്നു അൽ ഖട്ടബ് കീഴുദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം സത്യം ചെയ്യാൻ ആവശ്യപ്പെടും. ഞാൻ ഭാരം കയറ്റിയ മൃഗത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുകയില്ല. ശത്രുവിനെ കൊള്ള ചെയ്ത മുതൽ സ്വീകരിക്കുകയില്ല. വില പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് വൈകുകയില്ല. അദ്ദേഹം പറഞ്ഞു, ബുദ്ധി
ധനമാണ്. പ്രത്യുൽപ്പന്ന മതിത്വം അത്ഭുത സിദ്ധിയാണ്. വിദ്യാഭ്യാസം വരപ്രസാദമാണ്. അതെ, ഖലീഫ ഉമർ പറഞ്ഞിട്ടുണ്ട്. 3 തരത്തിലുള്ള സ്ത്രീകളുണ്ട്. ഭർത്താവിനെ മാത്രം ചിന്തിച്ച് കഴിയുന്ന ഉത്തമ സ്ത്രീ, വിവാഹത്തിൽ നിന്ന് കുട്ടികൾ മാത്രം ജനിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന ഉത്തമ സ്ത്രീ, ലോകത്തെയാകെ കൈപ്പിടിയിലൊതുക്കാൻ ആഗ്രഹിക്കുന്ന വേശ്യ സ്ത്രീ. അതുപോലെ പുരുഷന്മാർ 3 തരമാണ്. ചിന്തിക്കുകയും ചിന്തിച്ച ശേഷം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബുദ്ധിമാൻ, ചിന്തിക്കുകയും മറ്റുള്ളവരുടെ ഉപദേശം ചെവിക്കൊള്ളുകയും ചെയ്യുന്ന അതിബുദ്ധിമാൻ, ചിന്തിക്കുകയോ ഉപദേശം ചെവിക്കൊള്ളുകയോ ചെയ്യാത്ത വിഡ്ഢി. മഹാനായ അലി ഇബ്നു അബി താലിബ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സ്ത്രീയുടെ തന്ത്രങ്ങൾ കരുതിയിരിക്കുക. അവരുടെ ഉപദേശം ഒരിക്കലും സ്വീകരിക്കരുത്. പക്ഷേ അവരെ അടിച്ചമർത്തിയാൽ അത് കാര്യങ്ങൾ വഷളാക്കുകയേ ഉള്ളൂ. മധ്യവർത്തി നയത്തിൽ നിന്നകന്നാൽ വിഡ്ഢിത്തത്തിൽ അവസാനിക്കും. എല്ലാവരോടും, വിശിഷ്ട്യ അടിമകളോടും നീതി പുലർത്തണം. നുഷത്തിൻ്റെ പ്രഭാഷണം കേട്ട് ന്യായാധിപന്മാർ വാ പൊളിച്ചു. ഇത്തരം വാഗ്മിത്യം തങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടേയില്ലെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇനി മറ്റ് വാതിലുകളുടെ കാര്യം കൂടി കേൾക്കണം അവർ ആവശ്യപ്പെട്ടു. നുഷത്ത് പറഞ്ഞു: പിന്നീടൊരിക്കൽ മറ്റ് കർമ്മ പദ്ധതികളെക്കുറിച്ച് പറയാം. ഇപ്പോൾ 2ാമത്തെ വാതിൽ, ബുദ്ധിയുടെയും സൽക്കർമ്മത്തിൻ്റെയും വാതിൽ, അത് എന്താണെന്ന് നോക്കാം. ആ 2ാമത്തെ വാതിലിനെ കുറിച്ചറിയാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.